Good afternoon. Good afternoon, ma'am. Good ഇന്ന് ഞാൻ afternoon, തന്നെ ma'am. കേട്ടാ. Good afternoon. Good afternoon, Good ma'am. afternoon, Miss. Good afternoon, Good ma'am. afternoon. So, prayer ആരാണ്? Yes, ma'am. No. Okay, പറഞ്ഞോടാ. Yes, ma'am. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing. We need mercy drops round us are falling, but for the showers we plead. Mercy drops are falling, but for the showers we plead. Welcome to the class, all of you. Thank you. Thank you, Dao. Signing. Thought of the day. Education is the key to success in life, and teachers make a lasting impact in the lives of their students. ജീവിതത്തിലെ വിജയത്തിന്റെ താക്കോലാണ് വിദ്യാഭ്യാസം. അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു. സോളമൻ ഓർട്ടിസ്. താങ്ക് യു. Thank you. Signing. Yeah, miss. പറഞ്ഞോടാ. Good afternoon, everyone. So, first of all, I welcome Abarna miss to join to our class and my sweet friends to join our class. We are always taught about our health. We are so many things we are doing for our health. So, today we can sing a healthy song about a small song about health. Okay. Staying healthy. We can so much fun. We can do this together. Brush our teeth, keep our body clean, eat fresh fruits to keep our body healthy. Exercise, go to sleep, learn the things to stay healthy. La 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 to healthy. If you are don't stay healthy, you feel so glad. So let's start a hard work to keep our health very good. Then you feel so glad. Cut your nails, bite to germs, wash our hands before and after food. La 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 la. Stay healthy. So be healthy and stay safely to all our children, and we have to provide healthy to everyone. So we can start our class. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? Normalization. Normalization. ആൻഡ് ഡീവിയേഷൻ അല്ലേ? ഓക്കെ. ഇന്നലെ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുമോ? നിങ്ങൾക്ക് എന്താണ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ മനസ്സിലായത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ആരും തയ്യാറല്ല. എന്താണ് നോർമലൈസ്ഡ് ചൈൽഡ്? നോർമലൈസേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡീവിയേഷൻ എന്താണ്? ആർക്കും മനസ്സിലായില്ല ക്ലാസ്? മിസ്സേ, ആ, ഡോക്ടർ മോണ്ടിസോറി നോർമലൈസേഷൻ എന്ന ആശയത്തെ വിശേഷിപ്പിച്ചത് ഒരു കുട്ടി അവരുടെ പരിസ്ഥിതിയുമായി യോജിപ്പുള്ള അവസ്ഥയിലെത്തുകയും
അതിൻ്റെ ഫലമായി നന്നായി പൊരുത്തപ്പെടുകയും നല്ല വ്യക്തിത്വം ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രക്രിയയിൽ ജോലി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അവർ പറയുന്നു. കാരണം ഒരു കുട്ടിയുടെ മനസ്സിനെയും ശരീരത്തെയും സംഘടിപ്പിക്കാൻ സഹായിക്കുന്നത് ക്ലിയറായി പറയാം. ഫർസാന മ്യൂട്ടാടാ, ഇത്രയുള്ളൂ പറയുന്നേ. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെ, മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നു നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ഈ കുട്ടികൾ അറ്റാച്ച് ആവുന്ന അല്ലെങ്കിൽ ഒരു ഐക്യത്തോടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം അവർ ഇത്രയും നാള് കണ്ടു വന്നിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കില്ല നമ്മുടെ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്തുണ്ട്, വ്യത്യാസമുണ്ട്. സാധാരണ സ്കൂൾ എൻവയോൺമെന്റിൽ നിന്നും കുറച്ചും കൂടി എന്തുണ്ട്, മാറ്റങ്ങളുണ്ട്. നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂം അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് നമ്മൾ നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം ടു കൂടുതൽ ഫ്രീഡംസ് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാനും. അതേപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കുട്ടികൾ വരുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവർക്ക് ആദ്യം എന്ത് വേണം, അറ്റാച്ച്മെന്റ് വേണം. ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവർക്ക് അറ്റാച്ച്മെന്റ് വേണം. ഇതിന് നമ്മളിപ്പോ കാണുന്ന ഈ മെറ്റീരിയൽസിനൊക്കെ അതിൻ്റെതായ ഓർഡർ ഉണ്ട്. സാധാരണ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയാ, സാധാരണ ഇങ്ങനെ കിടക്കല്ലോ. ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ഓർഡർ ഉണ്ട്, അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ യൂസ് ചെയ്താൽ കുട്ടിക്ക് അറിയാം ഓർഡറിൽ അല്ലെങ്കിൽ അതിന്റെ പ്ലേസിൽ അത് കൊണ്ടുവന്ന് വെക്കാനായിട്ട്. ഒരു കുട്ടി ആ വർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ആ വർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടികളെ നമ്മൾ എന്ത് പറയും, നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയും. അപ്പോ ഇതിൽ ഭൂരിഭാഗം നമ്മൾ കാണുന്ന കുട്ടികളും നോർമലൈസ്ഡ് ചൈൽഡ് ആയിരിക്കും. പിന്നെ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാണ് സാധാരണയായിട്ട് മോണ്ടിസോറി സ്കൂളിൽ കാണാറ്. സോ അവിടെ എങ്ങനെ ചില്ലു മ്യൂട്ടോൺ ആടാ. ഓക്കെ, യങ്ങർ വൺസിന് എൽഡർ വൺസ് ഹെൽപ്പ് ചെയ്യും. ചെറിയ കുട്ടികൾ മുതിർന്ന കുട്ടികൾ ഹെൽപ്പ് ഒക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു ഫിനോമിന നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ത്രൂ വർക്കാണ്. നമ്മൾ പറയാറുണ്ട് പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അതേപോലെ മാൻ ബിൽഡ് ഹിംസെൽഫ് ടു വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ മൂലമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഈ ഒരു എന്താ പറയാ നോർമലൈസേഷൻ അക്യൂർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോണ്ടിസോറി പറയുന്നത് പറഞ്ഞോ. ഇത് ഏത് ബുക്കിലത്തെയാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, നോക്കിട്ട് കാണുന്നില്ല. മറിയം മോണ്ടിസോറിന്റെ അതെ, ആ ഓക്കെ ഓക്കെ ശരി. യൂണിറ്റ് 5 കേട്ടോ. ആ ശരി, ഓക്കെ ഓക്കെ. എല്ലാവരും ഒന്ന് എടുത്തേക്ക്. പാർട്ട് 3 യൂണിറ്റ് 5 ആണ്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. സോ ഇതിലേക്ക് സാധാരണ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഈ എൻവയോൺമെന്റ് ആയിട്ട് പരിചയം ഉണ്ടാവില്ല. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഈ ഡീവിയേറ്റഡ് ചൈൽഡിനെ എന്താക്കി മാറ്റാം, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാം. നമ്മുടെ എൻവയോൺമെന്റിന് ആക്ട് ആയ കുട്ടികളായിട്ട് മാറ്റാന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റത്തിന്റെ സ്റ്റേജസ് നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കുന്ന വർക്കിങ്ങിലൂടെയാണ്. ഓരോ വർക്കും നമ്മൾ അവർക്ക് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ ഈ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൽ പെർഫെക്റ്റ് ആവും. പ്രാക്ടീസ് ബിൽഡ് മാൻ ടു പെർഫെക്റ്റ്. ഒരു ആക്ടിവിറ്റി ആദ്യം ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും അവരത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു ആക്ടിവിറ്റിയിൽ അവർ എന്തായി മാറും, പെർഫെക്റ്റ് ആയി മാറും. ദെൻ പെർഫെക്ഷൻ കിട്ടും. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അപ്പൊ നമ്മുടെ കുട്ടികളെ നോർമലൈസ്ഡ് കുട്ടികളാക്കി മാറ്റാനായിട്ട്, ഡീവിയേറ്റഡ് ചൈൽഡിനെ നോർമലൈസ്ഡ് കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അവരെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ആക്ടിവിറ്റീസും നല്ല ചുറുചുറുക്കോടെ ചെയ്ത് ഓടി നടക്കുന്ന കുട്ടിയാണ് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് വിചാരിക്കും. പക്ഷെ അവനാണോ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് അവൻ ചെയ്യുന്നത്, പക്ഷെ നല്ല കോൺസെൻട്രേഷനോട് കൂടി അവന് 100% എഫേർട്ട് എടുത്ത് ആ ഒരു ആക്ടിവിറ്റി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കുട്ടിയായിരിക്കും നോർമലൈസ്ഡ് ചൈൽഡ്. എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ
ഒരു ആക്ടിവിറ്റി അവൻ ചെയ്യുന്നുള്ളൂ, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, എന്നാലും അവന് നല്ല ക്ഷമയോട് കൂടി നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. ആക്ടിവിറ്റി മേ ബി സക്സസ് ഓഫ് ഫെയിൽ, അത് നമ്മളെ ബാധിക്കുന്നില്ല, പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാണ് എന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സൗണ്ട് മൈൻഡ് ഇൻ ഓൺലി സൗണ്ട് ബോഡി പഠിച്ചു. നമ്മുടെ നല്ല സൗണ്ട് മൈൻഡ് എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല സൗണ്ട് ബോഡിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ മനസ്സും ശരീരവും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ ഫിസിക്കൽ ആയിട്ടും മെന്റൽ ഹെൽത്ത് ആവട്ടെ, രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാനും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ മൈൻഡും ബോഡിയും എപ്പോഴും ഒരുമിച്ചായിരിക്കണം, യൂണിസൺ ആയിരിക്കണം, ഒരുമിച്ചായിരിക്കണം. അല്ലാത്ത പക്ഷം മൈൻഡ് വേറെ എവിടെയാണ്, ബോഡി ഇവിടെ ആണെങ്കിൽ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ നോർമലൈസ്ഡ് കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ലവ് ഓഫ് ഓർഡർ ആണ്. നിങ്ങൾ നോക്കി ഈ ഒരു എൻവയോൺമെന്റില് എല്ലാ മെറ്റീരിയൽസിനും അല്ലെങ്കിൽ എല്ലാ അപ്പാരറ്റിക്സിനും അതിൻ്റെതായ ഓർഡർ കാണുന്നില്ലേ? എല്ലാ അപ്പാരറ്റിക്സിനും അതിൻ്റെതായ ഓർഡർ ഉണ്ട്, അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. സോ ഇത് ചിലപ്പോ ആദ്യം ആ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവൻ അത് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, ചിലപ്പോൾ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ അവൻ കാണാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ അവർ യൂസ് ചെയ്യുന്ന അപ്പാരറ്റിക്സ് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അവർ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് മൂലം ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ അവന് മനസ്സിലായി ഈ അപ്പാരറ്റിക്സ് ഒക്കെ ഇവിടെ വെക്കേണ്ടതാണ്, ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്, ഈ ഒരു പ്ലേസിലുള്ളതാണ്. അവനത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. എന്താണോ മുതിർന്ന കുട്ടികൾ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാൻ തുടങ്ങും. ആദ്യം അവന് ചിലപ്പോ ഈ അപ്പാരറ്റിക്സ് വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് കൈവശം വെക്കണം, അവന് സ്വന്തമാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പിന്നെ അവനത് മനസ്സിലാക്കും, ഇതൊക്കെ ഇവിടത്തെയാണ്, ഇവിടത്തേതായ പ്ലേസിലാണ് ഇതിന്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കി അത് അവൻ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ്, ലവ് ഓഫ് ഓർഡർ. ഇത് നോർമലൈസ്ഡ് ചൈൽഡിന്റെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവന്റെ എൻവയോൺമെന്റിനോട് അവന് ഭയങ്കര ലവ് ആയിരിക്കും. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് നമുക്ക് ആരും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അപ്പാരറ്റിക്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു എൻവയോൺമെന്റിനോട് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ പരിസ്ഥിതിക്ക് അതിൻ്റെതായ ക്രമമുണ്ട്, അതിൻ്റെതായ ഓർഡർ ഉണ്ട്. സോ ഈ ഒരു ക്രമം അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടുത്തെ കുട്ടികൾ, നമ്മൾ സ്റ്റാഫ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കൊണ്ടുവന്ന് വെക്കുന്ന കാണുമ്പോൾ തിരിച്ച് അടുത്ത പ്രാവശ്യം കുട്ടിയായിരിക്കും ആ ഒരു മെറ്റീരിയൽ അവിടെ കൊണ്ടുവന്ന് അതിന്റെ പ്ലേസിൽ വെക്കുന്നത്. സോ അവരത് പഠിക്കുകയാണ്, ഈ ഓർഡർ അവർ പഠിക്കുകയാണ്. The child disclosed an intensive love of environment. ആ കുട്ടിക്ക് ആ ഒരു എൻവയോൺമെന്റിനോട് ഇഷ്ടം തോന്നും, നമുക്ക് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നും. ആൻഡ് കറസ്പോണ്ടിങ് ambition to conserve the order in it. അവിടെ ഉള്ള ഓർഡർ അതേപോലെ തന്നെ നിലനിർത്താനായിട്ട് കുട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. The acumen is the principle of order. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിളിന്റെ ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ലവ് ഓഫ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിളിന്റെ റിസൾട്ട്. ഒരു രീതിയാണ്, കാരണം നമ്മൾക്ക് ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ പാറ്റേൺസിനൊക്കെ അതിൻ്റെതായ ഓർഡർ നമ്മളോട് കൊടുക്കുന്നത് മൂലം തന്നെ ആ കുട്ടികൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ അവൻ അവിടെ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവന്റെ ടേബിളിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അവിടുത്തെ ആരാണ് ഫിസിക്സ് ആയിട്ട് അത് കൊണ്ടുവന്ന് വെക്കുന്നത്. സോ അവന് മനസ്സിലാവണം അവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അവൻ അവിടെ കൊണ്ടുവന്ന് വെക്കണം, അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലാണ് വെക്കേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനത് ശീലിക്കാൻ തുടങ്ങും, അവൻ ആ ഒരു ലവ് ഓഫ് ഓർഡർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. സോ അതിലേക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡറിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് എളുപ്പമാണ്. ദെൻ ലവ് ഓഫ് വർക്ക്. നമുക്കറിയാം ചില കുട്ടികൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്, അവൻ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നവരെയും അവനെന്ത് ചെയ്യും, ആ ഒരു നല്ല കോൺസെൻട്രേഷനോട് കൂടി ഓരോ പതുക്കെ അവൻ നല്ല ശ്രദ്ധയോട് കൂടി ഓരോ ആക്ടിവിറ്റീസും പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. സോ ലവ് ഓഫ് വർക്ക് ആണ് അവിടെ കാണുന്നത്. ലവ് ഓഫ് വർക്ക് മീൻസ് പ്രവർത്തനങ്ങളും അതിൻ്റെതായ മുഴുവൻ അവന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അവന്റെ ഫുൾ എഫേർട്ട് എടുത്തിട്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. വർക്ക് ഈസ് ദ സെൻസ് മീൻസ് എനി ആക്ടിവിറ്റി. വർക്ക് എന്ന് പറഞ്ഞിട്ട് ഏതൊരു ആക്ടിവിറ്റിയും ആവാം. വിച്ച് അഫക്ട് ദ ചൈൽഡ് ഹോൾ പേഴ്സണാലിറ്റി. ആ കുട്ടിയുടെ ഫുൾ പേഴ്സണാലിറ്റിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ആസ് എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്യാരീസ് ദ ചൈൽഡ് കറസ്പോണ്ടിങ് ജോയ് ഇൻ പെർഫോമിംഗ് ഓഫ് ഇറ്റ്. നമ്മൾ ലവ് ഓഫ് വർക്ക് ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, വീണ്ടും ചെയ്യുമ്പോൾ തെറ്റിപ്പോകും,
വീണ്ടും 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 ചെയ്യുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ലവ് ഓഫ് വർക്ക്. അവൻ ചെയ്യുന്ന വർക്ക് അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ അവനൊരു നല്ലൊരു സന്തോഷമായിരിക്കും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടുന്നത്. സോ അത് ഏറ്റവും നല്ലതാണ്. കാരണം അവന് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവൻ എന്തോ ഏൺ ചെയ്തു, അല്ലെങ്കിൽ അവൻ എന്തോ സക്സസിലേക്ക് എത്തി എന്നുള്ളൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്. സോ അങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് താല്പര്യമായിരിക്കും. ചിലപ്പോൾ അവൻ ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് പെർഫെക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റും. profound spontaneous concentration. അപ്പോൾ നമ്മള് കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവനെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട്. സോ അവൻ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവൻ ആ ഒരു ആക്ടിവിറ്റീസ് ഒരുപാട് ടൈം എടുക്കും. ഒരു ആക്ടിവിറ്റി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്ത് അവരത് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ കുട്ടിക്ക് ഭാവിയിൽ ഒരുപാട് നേരം എന്താണ് ഡിസ്റ്റർബൻസ് ഒന്നും വരാത്ത രീതിയിൽ ഇരുന്ന് പഠിക്കാനും കാര്യങ്ങള് ചെയ്യാനും അവന് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യാണ്. സോ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവൻ ആദ്യം ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേഷൻ ജസ്റ്റ് ആ ഒരു രീതിയിൽ ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യാം. ഒരു പ്രാവശ്യം ചെയ്ത് ചിലപ്പോൾ കറക്റ്റ് ആവുന്നില്ല, വീണ്ടും വീണ്ടും ചെയ്ത് അവയിൽ എന്തുവരെയാണ് കോൺസെൻട്രേഷൻ അവൻ എന്ത് ചെയ്യാൻ പറ്റാണ്, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാണ്. സോ ഇങ്ങനത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നല്ല എന്താ പറയുക, നല്ല സമ്പത്താണ്. കാരണം അവരെ നല്ല രീതിയിൽ ഒരുപാട് നേരം നന്നായിട്ട് പഠിക്കാനും നല്ല രീതിയിൽ ഓർമ്മശക്തി കൂടുതലുള്ള കുട്ടികളായിട്ടാണ് കാണുന്നത്. ഇനി അടുത്തതാണ് അറ്റാച്ച്മെന്റ് ഓഫ് റിയാലിറ്റി. അവൻ കൂടുതലായിട്ട് റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ എൻവയോൺമെന്റിന്റെ ചെറിയ മിനി നേച്ചറാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നത്. സോ അവന് മോണ്ടിസോറി എൻവയോൺമെന്റ് ചെയ്യുന്ന ഈ അക്കാറ്റിക്സ് ഒക്കെ ചെയ്യുന്ന മൂലം അവന്റെ റിയൽ വേൾഡിൽ ആ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ കുറച്ചും കൂടി ഈസിയാണ്. കാരണം നമ്മൾ പഠിക്കുന്ന അതേ എന്താണ് മെത്തേഡ്സ് തന്നെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും വരുന്നത്. സോ കുറച്ചും കൂടി അവന് ഈസിയാണ്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളുടെ എന്താണ് ബട്ടണിങ് ഫ്രെയിം. സോ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി ബട്ടണിങ് ഫ്രെയിമിന്റെ ആക്ടിവിറ്റി പാറ്റേൺസ് ആണ് യൂസ് ചെയ്യണതെന്ന് വിചാരിക്കുക. ഇന്ന് ഫുൾ ഡേ അവൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബട്ടണിങ് ഫ്രെയിം ആണ് അത് തന്നെ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഡേ മുതൽ അവന് സ്വയം ബട്ടൺസ് ഇടാൻ പറ്റുകയും പറ്റൂലേ? അതിനാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത്. അവരുടെ പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് റിയാലിറ്റി എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ മൂമെന്റ്സിലൂടെയാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിച്ച് ആണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പോയിന്റാണ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. The mind constrains itself through contact with the existence, not with the projection of make believe. നമ്മൾ ഇവിടെ എക്സിസ്റ്റൻസ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഇമാജിനേഷൻസോ അങ്ങനെ ഒന്നല്ല. The foundation of its all in external world as taken in first through the sense and moments and the later by reason and imagination. ആദ്യം അവനത് മനസ്സിലാക്കിയാണ്, അവനത് സെൻസ് ചെയ്യാണ്. സെൻസ് ഓർഗൻസ് വെച്ചിട്ട് അവനത് സെൻസ് ചെയ്യാണ്. എന്തൊരു കാര്യം ആവട്ടെ അവൻ ആ മൊമെന്റ്സും സെൻസും വെച്ചത് മനസ്സിലാക്കിയാണ്. then ആണ് അവന്റെ റീസണും അതിന്റെ ഇമാജിനേഷൻ ഒക്കെ കൊണ്ടുവരുന്നത്. The information so received is worked upon, integrated and drives the to order of intelligence. അപ്പൊ ഇങ്ങനെ റിയാലിറ്റി അവന് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് മൂലം ഈ റിയൽ വേൾഡിനെ കുറിച്ച് അവൻ കൂടുതലായിട്ട് മനസ്സിലാക്കിയാണ്. അപ്പൊ അത് അവനിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, കുറച്ചുകൂടി ഇന്റലിജന്റ് ആവാനായിട്ട് അവനത് പ്രാപ്തരാക്കുന്നുണ്ട്. സോ നമ്മുടെ റിയൽ ആയിട്ടുള്ള വേൾഡിന്റെ തന്നെ ഒരു മിനി നേച്ചർ ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ്. സോ അവർക്ക് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് റിയലിസ്റ്റിക് ആയാൽ പോലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലായാലും അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഓരോ പാറ്റിക്സും നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാറ്റിക്സിന്റെ സെഷനിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന പ്രാക്ടിക്കൽ ഏരിയാസ് ഉണ്ട്, അത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ബട്ടണിങ് ഫ്രെയിം എന്തിനു വേണ്ടിയിട്ടാണ്, കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ ബട്ടൺസ് എങ്ങനെയാണ് ഇടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് അവരിൽ കുറേ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട്
കാരണമാവും. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിയത് 4 കാര്യങ്ങളാണ്. ലവ് ഓഫ് ഓർഡർ, മോണ്ടിസോറി എൻവയോൺമെന്റിന് അല്ലെങ്കിൽ എൻവയോൺമെന്റ് അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. സോ അതനുസരിച്ചിട്ട് ഇവിടുത്തെ കുട്ടികൾ അതനുസരിച്ച് പെരുമാറാൻ തുടങ്ങും. അല്ലെങ്കിൽ ആദ്യം വരുന്ന നോർമലൈസ്ഡ് ആയിട്ട് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നോർമലൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ ഓർഡർ, നമ്മുടെ എൻവയോൺമെന്റൽ ഓർഡർ അവർ തന്നെ എന്ത് ചെയ്യാൻ നോക്കും, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. ലവ് ഓഫ് വർക്ക്, അവർ ചെയ്യുന്ന വർക്ക് അവർ അത്ര കോൺസെൻട്രേഷനോട് കൂടെ അത്ര എൻജോയ്ഫുൾ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കുട്ടി സ്ഥിരമായിട്ടൊരു വർക്ക് തന്നെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവനത് ഇഷ്ടമാണ്, അവനത് ആ വർക്ക് ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അത് മനസ്സിലാക്കി നമുക്ക് അവന് വേണ്ട ടൈമിൽ അലോ കൊടുക്കുക. പിന്നെ സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ ആണ്. ഒരുപാട് നേരം നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആ കുട്ടികളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ ഡീവിയേറ്റഡ് ചൈൽഡ് ആണെങ്കിൽ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, വേറെ എന്തെങ്കിലും ആയിട്ട് ഡീവിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അതിന് ഒരു കാര്യം തന്നെ കുറേ ടൈം എടുത്ത് അത് ചെയ്യാനുള്ള പവർ ഉണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ അവർക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പൊ അവർ പഠിക്കുന്ന സമയത്തൊക്കെ അത് കൂടുതലായിട്ട് ഉപകാരപ്പെടും. കാരണം അവർ പെട്ടെന്ന് ഡീവിയേറ്റഡ് ആവില്ല. ഇന്നത്തെ പിള്ളേരുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഡീവിയേറ്റ് ആവും. പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. മൊബൈൽ ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്, പക്ഷെ ആ ഫോണിലേക്ക് എടുത്ത് പഠിക്കാനുള്ള പോർഷൻ ആയിട്ട് വിടുന്നത്. മുതിർന്ന കുട്ടികളുടെ കാര്യം എക്സാമ്പിൾ പറഞ്ഞേക്കാം. അപ്പൊ എടുത്തിരുമ്പോ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, ഇൻസ്റ്റയെന്നോ എഫ്ബിന്നോ എവിടെന്നെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നത്, അത് ഓപ്പൺ ആയി. പിന്നെ അവര് വേറെ ലോകത്താണ്, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അവർ ഡീവിയേറ്റഡ് ആയിപ്പോയി. പക്ഷെ നമ്മളുടെ കുട്ടികൾ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾ, അവരെന്താണോ ചെയ്യുന്ന ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്ന വരെ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിൽക്കും. കാരണം അവർ 100% എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മുടെ റിയാലിറ്റി വേൾഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റ്. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വേൾഡിന്റെ ഒരു മിനി വേൾഡ്, അല്ലെങ്കിൽ മിനി നേച്ചർ ആണ് എന്ത് മോണ്ടിസോറി എൻവയോൺമെന്റ്. നമുക്ക് പുറത്ത് എന്താണോ ചെയ്യുന്നത് അതിന്റെ ചെറിയൊരു വേർഷൻ തന്നെയാണ് എവിടെ മോണ്ടിസോറി. അപ്പൊ ഡിഫറൻസ് ഇല്ല, വ്യത്യാസമില്ല. അവർ കുട്ടികൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് പ്രാക്ടിക്കൽ ആക്കുന്നത്. സോ അവിടെ അവർക്ക് വേർതിരിവ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. സോ റിയാലിറ്റി ആയിട്ട് അവർക്ക് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആണ്. സോ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാക്ടിക്കൽ ആക്കാനും അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. ഇത്രയുമാണ് പറഞ്ഞത്. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ നോർമലൈസേഷനും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് 4 പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ആ 4 പോയിന്റ് കൂടി വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു പോർഷന്റെ 5 to 10 ആയിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോ ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കും. സോ എന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഓൺവേർഡ്സ് പറയിപ്പിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ് പോകുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഈ ഒരു പോർഷൻ ഞാൻ ഇന്ന് എന്തോരമാണോ എടുക്കുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾ സമ്മപ്പ് ചെയ്ത് നോട്ടിൽ എഴുതി വെക്കണം. ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറ്റണം. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മിസ്സായി പോയാലും നിങ്ങളുടെ ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് പറയുമ്പോൾ അവനൊരു ധാരണ കിട്ടും. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എനിക്കും അവർക്കും മനസ്സിലാവണം. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കട്ടോ.
വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയാ മക്കളെ? വായിച്ചു. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിലെ ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ? അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി ഇല്ലേ, അതൊന്നുകൂടി പറയോ? ഓക്കെ മാം തേർഡ് പോയിന്റ് ഒന്ന് പറയണേ. ഓക്കെ നമ്മള് ഈ കുട്ടികൾക്ക് തേർഡ് പോയിന്റ് ആണ് പറയുന്നത്, കോൺസെൻട്രേഷൻ ആണ്. പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. അവരൊരു ആക്ടിവിറ്റി, ആ ഒരു വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്യാണ്. അവന്റെ ഫുൾ ടൈം അവന്റെ എഫേർട്ട് എടുത്ത് ആ ഒരു ആക്ടിവിറ്റി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് അവനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് കൂടുതലായിട്ട് എന്തെങ്കിലും കോൺസെൻട്രേഷൻ പവർ കിട്ടും. നമ്മളായാലും അതേപോലെ തന്നെയാണ്. ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നല്ല കോൺസെൻട്രേഷൻ കിട്ടും. സോ ഇപ്പൊ നമ്മളായാലും ഒരു ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യാണ്. സോ നമുക്ക് ഒരു പരിധി വരെയും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ബുക്കൊക്കെ റീഡ് ചെയ്യുമ്പോൾ മുതിർന്നവരുടെ കാര്യം പറയണേ, കുട്ടികളിൽ അവ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാണ്. ആ വർക്കിന് ഫുൾ എഫേർട്ടും അവൻ എടുക്കുകയാണ്. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് അവന് 100% എഫേർട്ടും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അവന്റെ ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേഷൻ പവർ കൂടും. അങ്ങനത്തെ കുട്ടികൾ ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മോൺസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുതലാണെന്ന് പറഞ്ഞെങ്കിൽ, അങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതൽ നേരം ഡീവിയേറ്റഡ് ആവാതെ ഇത് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവന്റെ എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്യാനും നല്ലൊരു എന്താ പറയാ നല്ലൊരു എബിലിറ്റി ഉണ്ടാവും. ഇനി അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്തായിരുന്നു? ബട്ടറിംഗ് ഫ്രെയിമിന്റെ കാര്യമാണ്. നമ്മൾ റിയലിസ്റ്റിക് വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസിലും അതെ. നമ്മളിപ്പോ പിങ്ക് ടവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് ഞങ്ങളുടെ. അപ്പൊ പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ക്യൂബുകൾ വെച്ചിട്ട്, വുഡൻ ക്യൂബ് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് മുകളിൽ 10 ക്യൂബ്സ് ആവുന്നത് ബിൽഡ് ചെയ്താ വരുന്നത്. സോ ചെറുപ്പത്തിലേ നമ്മൾ അവരുടെ ആർക്കിടെക്ചർ സ്കിൽസ് പഠിപ്പിക്കുകയാണ്. അവിടെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ കളറ് എല്ലാനും ഈ ഒരു അപ്പാരറ്റിക്സ്, പിങ്ക് ടവർ എന്ന് പറയുന്ന അപ്പാരറ്റിക്സ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളിൽ ഇതിന്റെ സൈസ്, കളറ്, ഷേപ്പ് ഒക്കെ അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. സോ ആദ്യം ചിലപ്പോൾ പിങ്ക് ടവർ ബിൽഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, വീണ്ടും അവരത് ബിൽഡ് ചെയ്യും. അങ്ങനെ ഒരു ആർക്കിടെക്ചർ സ്കില്ല് പഠിപ്പിക്കാന്ന് വിചാരിക്കും. അതേപോലെ ഒരുപാട് ബട്ടറിംഗ് ഫ്രെയിം, അവർ സൈസ് ഒക്കെ പഠിപ്പിക്കുക. സൈസ്, കളറ്, അതൊക്കെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനൊക്കെ പഠിപ്പിക്കാണ്. എത്ര ടവർ ഉണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് ചോദിക്കും, അവർ കൗണ്ട് ചെയ്യും. 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്താണ് അവർ ചെയ്യുന്നത്. സോ അവർ നമ്പേഴ്സ് പഠിക്കുകയാണ്. സോ നമ്മളിപ്പോ സാധാരണ ബോർഡിൽ എഴുതി 1, 2, 3 അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് അവര് തന്നെ അത് എഴുതി തിട്ടപ്പെടുത്താണ്. ഓരോന്ന് വെക്കുമ്പോ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരാണെങ്കിൽ സോ ഇവരിൽ കൂടുതലായിട്ട് എന്തുണ്ടാവും? ആ ഒരു കാര്യം റിയലിസ്റ്റിക് ആയിരിക്കും. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും കൗണ്ട് ചെയ്യും. 1, 2, 3 എന്താവട്ടെ. ഒരു മിഠായി ആണെങ്കിൽ പോലും അവരോട് അങ്ങനെ ചോദിച്ചാൽ അവർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വേർതിരിച്ച് അറിയാനായിട്ട് വേർതിരിക്കാനായിട്ട് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആരാ അത് ചോദിച്ചത്? അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി സഫിയാണോ? ഞാനാ ചോദിച്ചു. ക്ലിയർ ആയി. നമ്മൾ ഇതിലത്തെ മീനിങ് നമ്മൾ ടെസ്റ്റിലുള്ളത് അങ്ങനെ പാടെ പഠിക്കാതെ ഇതിന്റെ കണ്ടന്റ് ക്യാച്ച് ചെയ്യാൻ നോക്കണം. എപ്പോഴും നിങ്ങൾക്ക് ആ കണ്ടന്റ് കിട്ടിയെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. എന്താണ് അതെന്ന് ചോദിച്ചാൽ മതി. ഇത് മലയാളത്തിൽ മനസ്സിലാക്കിയാൽ മതി. കാരണം റീസണിങ് ആണ്. നിങ്ങളത് മനസ്സിലാക്കണം. അതെങ്ങനെയായിരിക്കും എന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്താണ് ലവ് ഓഫ് സൈലൻസ്. ഈ നോർമലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചുരുക്കി പറയാൻ എങ്ങനെയാ പറ്റുക? നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ചുരുക്കി പറയണ്ട. അത് ഭയങ്കര വലിയൊരു കൺസെപ്റ്റ് ആണ്. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഒരു ആക്ടിവിറ്റി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ചെയ്യാനായിട്ട് പറ്റുന്ന കുട്ടികൾ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്നാ പറയണേ. നോർമലൈസേഷൻ പല ഡെഫിനേഷൻ പറയുന്നുണ്ട്. നമ്മൾ ആ വർക്ക് ചെയ്യുന്നത് മൂലം പെർഫെക്റ്റ് ആകുന്നു. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും ബോഡിയും ഒരുമിച്ച് എന്ത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ
വർക്ക് ചെയ്യുമ്പോഴാണ് നോർമലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്. താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സുകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതിൽ നിന്ന് ഡീവിയേഷനും കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇന്ന കുട്ടികളാണ് നോർമലൈസ്ഡ് ചൈൽഡ്, ഇന്ന കുട്ടികളാണ് ഡീവിയേറ്റഡ് ചൈൽഡ്. അത്ര ഉള്ളതില്. അല്ലാതെ നോർമലൈസേഷൻ ചുരുക്കാനായിട്ട് പറ്റില്ല. അതിന് അത്യാവശ്യം കൂടുതലായിട്ടൊരു ഭയങ്കര വലിയ ടോപ്പിക് തന്നെയാണ് നോർമലൈസേഷൻ. പേരെന്താണ്? അസ്ന. ഓക്കെ, ഇത് ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് മോൻ നോർമലൈസേഷൻ എന്താണെന്ന് മോനോടൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ മോനത് പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറയാനായിട്ട് പറ്റും. ചിലപ്പോ അത് ഒരു അരമണിക്കൂർ എടുക്കും അത് പറഞ്ഞു വരുമ്പോ. നോർമലൈസേഷന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇതും കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോർമലൈസേഷനിൽ പറയുന്നുണ്ട്. ലവ് ഓഫ് സൈലൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ടിവിറ്റി ഒരു കുട്ടി കുറെ നേരം നിന്ന് കൂടുതൽ എഫേർട്ട് എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാണ്. അവൻ ഭയങ്കര സൈലന്റ് ആണ്, അല്ലെ സൈലൻസ് ആയിരിക്കും. ലവ് ഓഫ് സൈലൻസ്, ആ ഒരു സൈലൻസ് അവന് ഇഷ്ടമായിരിക്കും. കാരണം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിള്ളേര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി അവനെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു പേഷ്യൻസ് നല്ല സൈലൻസോട് കൂടി ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ആ കുട്ടീനെ ഒറ്റപ്പെടുത്തല്ല, ശരിക്കും പറഞ്ഞാൽ ലോൺലിനെസ് ആക്കുകയല്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്ത അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യല്ല. അവൻ ആ വർക്ക് ചെയ്യുമ്പോൾ അവന്റെ മൈൻഡ് നല്ല എന്താ പറയാ നല്ല സൈലന്റ് ആയിരിക്കും, നല്ല ഏകാഗ്രത, നല്ല കോൺസെൻട്രേഷൻ അവൻ എന്ത് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഇവിടെ മൈൻഡിന്റെ ഐസൊലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടീനെ ഒരു ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതല്ല പറയുന്നത്. അവന്റെ മൈൻഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഐസൊലേഷനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ലോൺലിനെസ് അല്ലെങ്കിൽ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സ് ഏകാഗ്രമാണ്. എന്നുവെച്ചാൽ കാര്യങ്ങൾ അവന് ചെയ്യാനായിട്ട് വേറെ തടസ്സങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള ഡിസ്റ്റർബൻസ് ഒന്നും അവൻ എന്ത് ചെയ്യുന്നില്ല, അത് അഫക്ട് ചെയ്യുന്നില്ല. സോ ഇതാണ് ലവ് ഓഫ് സൈലൻസ്. This does not mean that the child like to work in loneliness. ഇതിനർത്ഥം ഇതല്ല അവന് ആ കാര്യങ്ങൾ ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുമ്പോൾ അവന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം എന്നല്ല. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. But rather in that psychological isolation mentioned above. മുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ഐസൊലേഷൻ ആണ്. പ്രോട്രോൺ കോൺസെൻട്രേഷന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ സൈക്കോളജിക്കൽ ഐസൊലേഷൻ മുഖേനയാണ് അവിടെ എന്ത് കിട്ടുന്നത്? കോൺസെൻട്രേഷൻ കിട്ടുന്നത്. Above mentioned which is the result of concentration. Okay. എന്താണ് എന്തിന് കാരണമാകുന്നു? കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുട്ടീനെ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാന്നല്ല അർത്ഥം. അവന്റെ മനസ്സാണ് അവിടെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഈ കോൺസെൻട്രേഷൻ പവർ കൂടുമ്പോഴാണ് അവന് ബാക്കി അവന് പുറത്ത് നടക്കുന്ന എന്ത് പ്രശ്നം അത് അവനെ അഫക്ട് ചെയ്യാതെ അവന് കാര്യങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അറ്റ് അതർ ടൈംസ് when the aim of the work is more conscious and external children frequently work together in automatically formed groups. നമ്മളിവിടെ ബാക്കി എല്ലാ സമയത്തും കുട്ടികൾ ഒരുമിച്ചാണ്, ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും, നല്ല രീതിയിൽ നല്ല എൻഗേജ്ഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ഒരുമിച്ചൊരു ഗ്രൂപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ നല്ല രീതിയിൽ നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഫോംഡ് ഗ്രൂപ്പ്സ് ആണ്, അല്ലാതെ നമ്മൾ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യല്ല. ഇത് ഓട്ടോമാറ്റിക്കലി അത് ഫോം ചെയ്യാണ്. നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അപ്പോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ യങ്ങർ ചിൽഡ്രൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഓൾഡർ വൺസ് ആയിരിക്കും. സോ യങ്ങർ വൺസ് ഓൾഡർ വൺസിനോട് പ്രത്യേക റെസ്പെക്ട് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കും? എൽഡർ വൺസിനോട്, മുതിർന്നവരോട് ചോദിക്കും. സോ അവരായിരിക്കും അത് പറഞ്ഞു കൊടുക്കുന്നത്. അവര് ആക്ടിവിറ്റി ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് യങ്ങർ വൺസിന് പറഞ്ഞു കൊടുക്കും. സോ അവിടെ ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുമിച്ച് ഫോം ചെയ്യാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ എല്ലാ കുട്ടികളും ഒരുമിച്ചാണ്. നോട്ട് എന്താ പറയാ ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആക്കിയിട്ടല്ല നമ്മൾ ഓരോ ആക്ടിവിറ്റീസും പഠിപ്പിക്കുന്നത്. അവരുടെ മൈൻഡിന്റെ ഐസൊലേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഇനി സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ് നമ്മുടെ എന്താ പറയാ ഇൻബിൽഡ് ഇൻഹെറിറ്റ് നോർമലൈസ് ആക്കിയാണ് നമ്മളിവിടെ കേട്ടോ. സബ്മിഷൻ ഓഫ് ഇൻബിൽഡ് നമ്മുടെ ഉള്ളില് നമ്മൾ ആ കുട്ടീനെ നോർമലൈസ്ഡ് ആക്കാണ്. The mood of normalized children to prepared environment and to all enhancing occupation contained it is that intensive love, not cupidity. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവർക്ക് ഒരു നമ്മള് ഇഷ്ടത്തോടു കൂടി ആയിരിക്കും അവരുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റ് ഉണ്ടാവും, ഈ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ബിൽഡ് ചെയ്യണം,
ഇൻഹെറിറ്റ് ചെയ്യും. അവരുടെ മനസ്സിൽ നിന്നാണ് ആ ഒരു ഇഷ്ടം വരുന്നത്. ഇന്റൻസീവ് ലവ് ആണ്. ഓരോ കാര്യങ്ങൾ ഓരോ വർക്ക് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യാണ്, ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ഇഷ്ടപ്പെടാണ്. അവിടെ ഒരു നമ്മളുടെ എൻവയോൺമെന്റും നമ്മളുടെ കുട്ടികളും തമ്മിൽ നല്ലൊരു സ്നേഹത്തോടെയാണ് പോകുന്നത്. നോട്ട് അല്ലാണ്ട് അവർക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ക്രൂപ്പിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇതാണ്. മലയാളം മീനിങ് ഒന്ന് നോക്കിക്കോ. എന്താ പറയാ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ചീത്ത ഇഷ്ടമല്ല, നല്ലൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ലവ് ആയിരിക്കും അവരുണ്ടാവണേ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല അവരിവിടെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അവന്റെ ഉള്ളിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അവരത് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് അവന്റെ ഉള്ളിൽ നിന്ന് അത് മോട്ടിവേറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ട്രൂ that the first flush of their enthusiasm in children may be wish to take the material home with them. ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉത്സാഹം എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസ് ഒക്കെ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഈ മെറ്റീരിയൽസ് കയ്യിൽ വെക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അത് കൈവശം വെക്കണം, അത് വീട്ടിൽ കൊണ്ടുപോകണം, അവർക്കത് സ്വന്തമാക്കണം എന്ന സാധാരണ കുട്ടികൾക്കുള്ള പോലെ ഒരു ക്യൂരിയോസിറ്റി ആർക്കുണ്ടാവും, ഈ കുട്ടികൾക്ക് ഉണ്ടാവും. സോ നമ്മള് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ മനസ്സിലാക്കും ഈ മെറ്റീരിയൽസ് ഒന്നും എന്റെ അല്ല, എന്റെ സ്വന്തമല്ല, ഇതെല്ലാത്തിനും ഇവിടെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്, മോണ്ടിസോറി സ്കൂളിലാണ്. എന്നെ പോലെ തന്നെയാണ് ബാക്കിയുള്ള കുട്ടികൾക്കും ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള അവകാശം. സോ ഈ മെറ്റീരിയൽസ് ഇവിടെ തന്നെയാണ് വേണ്ടത്, ഇത് ഞാൻ കൈവശം വെക്കാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കുന്നത് മുതൽ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുട്ടികൾ ആ സിറ്റുവേഷനിൽ അത് റിയലൈസ് ചെയ്യുന്നതാണോ? കുട്ടികൾ സ്വയം മനസ്സിലാക്കിയടാ. ഓക്കെ, ആദ്യം ചിലപ്പോൾ നമ്മളിപ്പോ ആദ്യം കുട്ടി വരുമ്പോ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും പാറ്റക്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം അവനത് കാണുമ്പോൾ തന്നെ കുട്ടികൾ കളിപ്പാട്ടം ആ ഒരു എന്താ പറയാ അങ്ങനത്തെ മെറ്റീരിയൽസ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു കുട്ടി ന്യൂസായിട്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോ അവരത് കൈവശം വെക്കാനും സൂക്ഷിച്ചു വെക്കാനൊക്കെ ഉള്ള, അല്ലെങ്കിൽ അവന് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവൻ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യും. കാരണം അവൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്നു, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, അവിടെ ബാക്കിയുള്ള കുട്ടികൾ അവിടെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ വരുന്നു, അവരത് മനസ്സിലാക്കിയാണ്, അവർ ഓട്ടോമാറ്റിക്കലി അത് ഇൻബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അവന് മനസ്സിലാക്കി എടുക്കുകയാണ് ഇന്ന മെറ്റീരിയൽസ് എല്ലാവരും ഇവിടുത്തതാണ്, അല്ലാതെ നമുക്ക് സ്വന്തമല്ല. എല്ലാ മെറ്റീരിയൽസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് സ്വയം കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഞാനത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും പാറ്റക്സ് ഞാനത് കൊണ്ടുപോവാണെങ്കിൽ അത് മറ്റുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് മോണ്ടിസോറി സ്കൂളിലൊക്കെയാണ് പോണെങ്കിൽ ആദ്യം ഒരു കുട്ടി വരുമ്പോൾ ശ്രദ്ധിച്ചോ, അവൻ എന്തെങ്കിലും പാറ്റക്സ് കൊണ്ടുപോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ അതൊക്കെ കൊണ്ടുവന്ന് തിരിച്ചു തരും. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോ, എന്തുകൊണ്ടാണ് നീ തിരിച്ചതെന്ന് ചോദിക്കുമ്പോ, അതെനിക്ക് മനസ്സിലായി, ഇന്നത് കൊണ്ടാണ്, ഇവിടെ അല്ലേ അത് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുതന്നേ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാം, ഫെസിലിറ്റേറ്റേഴ്സ് അത് അങ്ങനെ ഫോളോ ചെയ്യുന്നത് ഉണ്ടല്ലേ, അവരുടെ അത് ഇംപ്ലിമെന്റ് ആയി പോകുന്നത് ഫെസിലിറ്റേഴ്സ് അല്ലേ അവരുടെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മളത് അവര് മനസ്സിലാക്കുകയാണ് കുട്ടികള് ഈ കാര്യം എന്താണ്, ഈ മെറ്റീരിയൽസ് ഇവിടത്തെയാണ്. നമ്മൾ ആദ്യം ചിലപ്പോ അത് ഒരു കുട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. നമ്മള് അതായത് ഫെസിലിറ്റേറ്റേഴ്സിനെ ഒബ്സർവ് ചെയ്തിട്ടും എൽഡേഴ്സ് ചൈൽഡ് ഉള്ളവർ അവരുടെയും ഒബ്സർവ് ചെയ്തിട്ടല്ലേ പിന്നെ വരുന്ന കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നത്? അതെ, മുതിർന്ന കുട്ടികളെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. കാരണം അവരിവിടെ കാണുന്നത് എങ്ങനെയാണ്, കുട്ടി വരുമ്പോ ചിലപ്പോ ഈ മെറ്റീരിയൽസ് അവിടെ തന്നെ, പാറ്റേഴ്സ് ഒക്കെ അവിടെ തന്നെ ആയിരിക്കും ആ കുട്ടികൾ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പൊ സോ ആ ഒരു പ്ലേസ് ആണ് കാണാനല്ല, ആ ഒരു ഫോൾഡർ അവർ മനസ്സിലാക്കി. പിന്നെ മനസ്സിലാക്കാണ് ആദ്യം കുട്ടി വരുമ്പോഴത്തെ സ്റ്റേജ് ആണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഈ മെറ്റീരിയൽസ് ഒക്കെ കൈവശം വെക്കണം എന്നായിരിക്കും ആഗ്രഹം. പിന്നെ മനസ്സിലാവുക അവർക്ക് എന്ത് മനസ്സിലാകും, ഈ മെറ്റീരിയൽസ് ഇവിടത്തെയാണ്, ബട്ട് ഓൺലി ഫോർ യൂസ്. കംപ്ലീറ്റ് ചെയ്തില്ല. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് flush of their enthusiasm, children may wish to take the material home with them. അവർ എന്ത് ചെയ്യാനുള്ള, വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യം, ബട്ട് ഓൺലി ഫോർ യൂസ്. പിന്നെ അവർ മനസ്സിലാക്കുന്നത് അത് എന്തിനു പറ്റുള്ളൂ, നമ്മൾ ഇവിടെ വെച്ച് അത് ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും മോനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയണമെങ്കിൽ നമ്മൾ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ഇത് മോന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് നാളെ വന്നിട്ട് മോൻ തന്നെ യൂസ് ചെയ്തു, പക്ഷെ ഇവിടെ വെച്ച് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കും അത് യൂസ് ചെയ്യേണ്ടതല്ലേ എന്ന് അവന് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ പോലെ തന്നെയല്ലേ ബാക്കിയുള്ളവരും അവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവന്റെ അവൻ മനസ്സിലാക്കും. കാര്യം കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് വലിയ കളമ്പൊന്നുമില്ല, അവരത് മനസ്സിലാക്കും. ഓ, എന്നെ പോലെ തന്നെ മറ്റു കുട്ടികൾക്കും അത് യൂസ് ചെയ്യാനുള്ളതാ, ഞാൻ ഇവിടെ വെച്ചാലല്ലേ അത് ശരിയാവുള്ളൂ എന്ന് അവൻ റിയലൈസ് ചെയ്യും. The reason why a normalized child has this defect of always waiting to possess these things is because he has sublimated his interest in them. ചില കുട്ടികള് സെയിം ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് തന്നെയായിരിക്കും വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ചിലപ്പോൾ ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ പാറ്റേൺസിനോട് അവർക്ക് ഇതിനുണ്ടാവും ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു കുട്ടി ആ ഒരു പാറ്റേൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്കത് ആ പാറ്റേൺസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ കുട്ടികൾ ചെയ്ത് തീരുന്ന വരെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അതിന്റെ പ്ലേസിൽ എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. സോ നമുക്ക് അവിടെ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളുടെ പേഷ്യൻസ് ചെറുപ്പത്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആ മെറ്റീരിയൽസ് അവൻ വെയിറ്റ് ചെയ്യാണ്, ആ ഒരു കുട്ടി അത് യൂസ് ചെയ്ത് അതവൻ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നല്ല ക്ഷമയോട് കൂടി അവൻ അത് വെയിറ്റ് ചെയ്യാണ്. അവനറിയാം എല്ലാവർക്കും അത് യൂസ് ചെയ്യാനുള്ള എന്റെ ടേൺ വരുമ്പോ അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്കിഷ്ടമുള്ള വസ്തുക്കൾ മാത്രം അങ്ങനെയല്ല, ചിലവരങ്ങനെ ഇരിക്കും, പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അവന്റെ ടേൺ വരുന്നത് വരെ അവന് വെയിറ്റ് ചെയ്ത് ആ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി അവനത് ചെയ്യുമ്പോൾ നല്ല പേഷ്യൻസ് നമുക്ക് ചെറുപ്പത്തിലേ തന്നെ കുട്ടികളിലെ പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാണ്. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കൊണ്ടുള്ള ഒരു ഗുണമാണ് എന്ത്, ചെറുപ്പത്തിലേ തന്നെ പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു കുട്ടി ആ ഒരു വർക്ക് ചെയ്യാണ്, അവൻ ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവും. ചിലപ്പോൾ ഒരു 1 hour ഒക്കെ ആവും, പക്ഷെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അവനത് ചെയ്യണമെന്നുണ്ട്, താല്പര്യമുണ്ട്, കുറെ നേരമായിട്ട് അവനത് നോക്കാണ്, നമുക്ക് മനസ്സിലായി അവനത് ചെയ്യണം താല്പര്യമുണ്ട്. അപ്പൊ ഈ കുട്ടി ചെയ്ത് കംപ്ലീറ്റ് ആകുന്നത് വരെ അവൻ എന്ത് ചെയ്യും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ദെൻ ആയിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്ലേസിൽ ആ പാറ്റേൺസ് അതിന്റെ പ്ലേസിൽ എത്തി കഴിയുമ്പോൾ അവൻ പോയിട്ട് അതെടുത്ത് ചെയ്യുന്നത്. സോ അത്രയും നേരം അവന് പേഷ്യൻസ് നല്ല ക്ഷമയോട് കൂടി അവനത് നിൽക്കാൻ പറ്റിയെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പേഷ്യൻസ് ഉള്ള മൈൻഡ് ആയിരിക്കും ആ കുട്ടിയുടെ ഭാവിയിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു മൈൻഡുള്ള കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സബ്മിഷൻ ഓഫ് ഇന്റൻസീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. നമ്മള് റിയൽ ആയിട്ടുള്ള ചോയ്സ് അവർ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് റിയൽ ആയിട്ടുള്ള ചോയ്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ തുടങ്ങും. നോട്ട് ക്യൂരിയോസിറ്റി അല്ല, ജിജ്ഞാസ മൂലം ചില കുട്ടികളുണ്ട് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരിക്കും. അവർക്ക് ഇപ്പൊ ചിലപ്പോ പെട്ടെന്ന് വാശി പിടിച്ച് ഭയങ്കര കരഞ്ഞ് വെള്ളത്തിച്ചിട്ട് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ കളിപ്പാട്ടം കിട്ടുമ്പോ തന്നെ അത് വലിച്ചു തന്നിട്ട് അവരുടെ പാട്ടിൽ പോകും. അവരത് അത്രയും ഇത് കൊടുക്കില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പക്ഷെ ചിലവര് കളിപ്പാട്ടം വാങ്ങിക്കില്ല. അപ്പൊ എന്റെ ഒരു പരിചയത്തിലൊരു കുട്ടി ആ കുട്ടി എന്തോ പറഞ്ഞ് അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയാണ് ഇന്നത് വേണം എന്ന് പറയാണ്ട. അപ്പൊ ഞാൻ നോക്കാണ്. അപ്പൊ അവള് എടുത്തിരിക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, നമ്മള് ആൽഫബറ്റ്സിന്റെ ബ്ലോക്കുകൾ കളിപ്പാട്ടം, അതാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ അച്ഛൻ അത് വാങ്ങിച്ചും കൊടുത്തോട്ടാ. ബാക്കി കുട്ടികളൊക്കെ മറ്റുള്ള കളിപ്പാട്ടങ്ങളാണ് വാങ്ങിക്കുന്നത്. അപ്പൊ എനിക്കൊരു എന്താ പറയാ, എല്ലാ കുട്ടികളും വാങ്ങിക്കായിരിക്കും, ഇത്തിരി വ്യത്യാസം തോന്നി. കാരണം ബാക്കി ഒരു കളിപ്പാട്ടം അവൾക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നില്ല, പക്ഷെ അവൾക്ക് ആ ഒരു ആൽഫബറ്റ്സിന്റെ ബ്ലോക്സ് കണ്ടപ്പോ അവൾക്ക് അത് ഇഷ്ടമായി. റിയൽ ആയിട്ടാണ് ആ കുട്ടി, റിയലിസ്റ്റിക് ആയിട്ടാണ് ആ ചോയ്സ്, നോട്ട് ക്യൂരിയോസിറ്റി. അത് ക്യൂരിയോസിറ്റിയുടെ പുറത്തെടുത്ത തീരുമാനമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ നമ്മളുടെ കുട്ടികൾ, ഈ ഒരു ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അവർ റിയൽ ചോയ്സ് ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ, അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്വയം സെലക്ട് ചെയ്യാമെങ്കിൽ നമ്മൾ അത് എന്തായാലും നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കുട്ടി എന്റെ കുട്ടി തന്നെയാണ്. ചോദിച്ചത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്താണ്. അപ്പൊ ഹസ്ബൻഡ് വിചാരിച്ചു എന്നോട് പറയുകയും ചെയ്തു, അവൾ എന്തെങ്കിലും കളിപ്പാട്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവൾ ആൽഫബറ്റ്സ് എടുത്തത്. ഞാനെങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം, ഞാൻ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നന്നായിട്ട്, കാരണം അവള് റിയൽ ചോയ്സ് എടുത്തത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാനൊന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. കാരണം ബാക്കി എന്തോരം കളിപ്പാട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാ കുട്ടികളുടെ കയ്യിലും അല്ലെങ്കിൽ അവളുടെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും ഇതേപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ ആ സമയത്ത് അവള് ആൽഫബറ്റ്സ് എടുത്തത്.
ഓക്കെ, അപ്പൊ അത് അവളുടെ റിയൽ ചോയ്സ് ആണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് അവളെ കൊണ്ട് ഉണ്ടാവാറുണ്ട്. കാരണം അവളെ കൊണ്ട് നമ്മള് എവിടെയെങ്കിലും പോവാണെങ്കിൽ ചെറിയ ബുക്ക്, മിനി ബുക്ക് കിട്ടും. നമ്മൾ ആൽഫബറ്റ്സിന്റെ ഒക്കെ മിനി ബുക്സ്, നമ്പേഴ്സിന്റെ, അതേപോലെ വേർഡ്സിന്റെ, അനിമൽസിന്റെ. അപ്പൊ ആദ്യം ഞങ്ങള് ആൽഫബറ്റ്സിന്റെ മിനി ബുക്ക് ഞാനാ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് കാണുമ്പോൾ മിനി ബുക്സ്, ഇതേപോലെ ചെറിയ ബുക്സ് സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ അവള് കണ്ടുകൊണ്ട് കാണിക്കും. മിഠായി ചോക്ലേറ്റും ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവള് കാണിക്കുന്നത് ചിലപ്പോൾ ഈ ബുക്ക് ആയിരിക്കും. സോ നമ്മൾ അത് വാങ്ങിച്ചു വിടും. അത് അവള് യൂസ് ചെയ്യാറുമുണ്ട്. സോ കുട്ടികൾ റിയൽ ചോയ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എടുക്കുന്നത്. അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. പിന്നെ അവര് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യനിങ് ചോദിക്കും. നമുക്ക് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യനിങ് ചോദിക്കും. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവൻ ഒരു ഏജ് മുതൽ എന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അത് എന്തുകൊണ്ടാണ്, എന്താണ് അത്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കും. സോ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നതിന്റെ സ്റ്റേജസ് ആണ് അത്. എന്തുകൊണ്ടാണ് അവൻ അന്വേഷിക്കാൻ തുടങ്ങാണ്. ഓരോ കാര്യങ്ങൾ അവൻ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്, അത് എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാൻ മനസ്സിലാവുകയാണ്. അവൻ വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയണത്, അത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവൻ നോർമലൈസ്ഡ് ചൈൽഡ് ആവുന്ന ആ ഒരു സ്റ്റേജിലാണ് അത്. നോക്കാട്ടാ. പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. റിയൽ ചോയ്സ് ആയിരിക്കും, ക്യൂരിയോസിറ്റി അല്ല. Children now are forced in their action by real choice and on no longer by mere inquisitiveness. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജിജ്ഞാസ മൂലം അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി മൂലമല്ല അവരെന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് റിയൽ ആയിട്ടായിരിക്കും അവർ ചോയ്സ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചോയ്സ് ചെയ്യുന്നത്. ഇനി ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അനുസരണ എന്നാണ് പറയുന്നത്, അല്ലെ? അനുസരണ. നമ്മളിവിടെ ഒരിക്കലും മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഡ് ഒബീഡിയൻസ് അല്ല, നമ്മൾ അനുസരിക്കണം എന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. അവർക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീഡം ടു മൂവ്, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം, ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം എല്ലാം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. സോ അവര് നമ്മുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. ഓട്ടോമാറ്റിക്കലി അവരുടെ ക്യാരക്ടറിൽ ഒബീഡിയൻസ് വരാണ്. നോട്ട് ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. നമ്മൾ നിർബന്ധിച്ച് ഒരു ആ കുട്ടീനെ കൊണ്ട് ഒബീഡിയൻസ് എടുക്കണല്ല, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അനുസരിപ്പിക്കല്ല, അല്ലെങ്കിൽ പണിഷ് ചെയ്തു അങ്ങനെ ഒന്നുമല്ല നമ്മൾ കുട്ടികളെ ഒബീഡിയന്റ് ആക്കുന്നത്. നമ്മൾ ഈ ഒരു നോർമലൈസ്ഡ് ചൈൽഡിലേക്ക് ആകുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്, അനുസരിക്കുകയാണ്. നമ്മളുടെ ആ ഒരു രീതിയിലേക്ക് അവർ വരാണ്. ഇതാണ് ഒബീഡിയൻസ് പറയുന്നത്. These normalized children are remarkable by obedience. ഈ കുട്ടികൾക്ക് നല്ല എന്തുണ്ടാവും, അനുസരണശീലം ഉണ്ടാവും. Through work, children endure the various stages in the development of field. അവന്റെ ഓരോ ഘട്ടത്തിലും ഓരോ ഡെവലപ്മെന്റും അവനെ എന്താണ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ഓരോ സ്റ്റേജസിലും വരുന്ന മാറ്റങ്ങൾ വർക്ക് ചെയ്യുന്ന മൂലം അവന് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ കോൺസെൻട്രേഷൻ പറഞ്ഞു, നല്ലൊരു കാര്യമാണ്. പേഷ്യൻസ് പറഞ്ഞു, അത് നല്ലതാണ്. ഒബീഡിയൻസ് പറഞ്ഞു, അവന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റില് അവന്റെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ എൻവയോൺമെന്റ് നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരു കാരണവശാലും പുറത്തൊരു നമ്മുടെ ഔട്ടർ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ പോയിട്ട് ഒരു ജീവന് പോലും ഒരു ദോഷം വരുത്തില്ല. ഒരു മനുഷ്യ ജീവന് പോലും അവൻ എന്ത് ചെയ്ത് ഉപദ്രവിക്കില്ല, അവനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ലോസും റൂൾസും അവൻ അനുസരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല, ഭയങ്കര ഹാർഷായിട്ട് വണ്ടി ഓടിക്കുകയും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ സ്പിറ്റ് ചെയ്യുകയും അങ്ങനെ ഒന്നും ചെയ്യില്ല. മറ്റുള്ളവർ ഉപദ്രവിക്കുകയും ഒന്നും ചെയ്യില്ല. കാരണം എന്താണ്, അവൻ അറിയാം ഇതൊന്നും ചെയ്യാൻ പാടില്ല. അവൻ ഒബീഡിയന്റ് ആയിരിക്കും, നമ്മുടെ ലോക്കും റൂൾസിനൊക്കെ ഒബീഡിയന്റ് ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിൽ അവന്റെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുമ്പോൾ അവൻ ആ ഒരു ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. സോ 4 പോയിന്റ്: ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിൻക്ട്, പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ്, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി, ഒബീഡിയൻസ്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
വായിച്ചു നോക്കിയാ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സബ്മിഷൻ നോട്ട് പോസീവ് ഇൻസ്റ്റന്റ് അതിലെ നോട്ട് ക്യൂബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് പ്രോബിലിറ്റി? അത് എന്താണ് ആ ഒരു വേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ഒന്ന് മലയാളം ഇംഗ്ലീഷ് മീനിങ് ഒന്ന് അടിച്ചു നോക്കണം, നല്ലതായിരിക്കും കേട്ടോ. അതിന്റെ വേർഡ് മീനിങ് ഉണ്ട്, പക്ഷെ ഞാനത് പറയാത്ത. പ്രോബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതാണ്, എന്താ പറയാ, നല്ലൊരു ഇഷ്ടത്തോടു കൂടിയല്ല, ഒരു എന്താ പറയാ, ഒരു നമ്മുടെ മലയാളത്തിലൊക്കെ പറയില്ലേ കുബുദ്ധിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ്. ക്യൂബിഡിറ്റിയുടെ മീനിങ് അങ്ങനെയാണ്, കുബുദ്ധി, അല്ലെങ്കിൽ അവൻ ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഏൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ക്യൂബിഡിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പറയേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇപ്പൊ ഒരു കുട്ടീനെ വിവാഹം കഴിക്കണമെന്ന് അവന് താല്പര്യം, അത് ഇഷ്ടമാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് ഏൺ ചെയ്യണം. ഏത് മാർഗം സ്വീകരിച്ചും അത് എന്ത് ചെയ്യണം, നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. അങ്ങനെ ആവരുത് നമ്മുടെ കുട്ടികള്. അവരത് ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അത് അവൻ ഫുള്ളായിട്ട് ഇഷ്ടത്തോട് കൂടി തന്നെ ചെയ്യണം. ചില പിള്ളേർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അവൻ ഏത് മാർഗം സ്വീകരിച്ചും അത് അവൻ നേടിയെടുക്കും. അവൻ ആശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു മാർഗം സ്വീകരിച്ചും അതെന്ത് ചെയ്യും, നേടിയെടുക്കും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. മനസ്സിലായോ ജിസാന? ഒരു എന്താ പറയാ, കുബുദ്ധി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. വേറെ മീനിങ് മലയാളത്തിൽ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നത്. സെയിം അത് തന്നെയാണ്, നോക്കിയാൽ മതി. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ല? അപ്പോ ഈ വീക്ക് എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്, കാരണം ആതിര മിസ്സിന് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. നാളെ മിസ് വരായിരിക്കും തോന്നുന്നു, ഉറപ്പില്ല. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, എന്റെ ഒരു ക്ലാസ് കൂടി വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ വീക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ പോർഷൻ തീരും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്കറിയാം നോർമലൈസേഷൻ ഡീവിയേഷൻ ഇത്തിരി കത്താനായിട്ട് എല്ലാവർക്കും ഇത്തിരി പാടാണ്. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നോർമലൈസ്ഡ് ചൈൽഡ്, എന്താണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ നല്ലൊരു എഫേർട്ടാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കും എന്താണ് നോർമലൈസ്ഡ് ചൈൽഡ്, എന്താണ് ഡീവിയേറ്റഡ് ചൈൽഡ്. ഇനി അപ്പോഴേ ഞാൻ ചോദിക്കുള്ളൂ. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ഇന്നതാണ് മിസ്റ്റേക്ക് നോർമലൈസ്ഡ് ചൈൽഡ്, ഇന്നതാണ് ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ അല്ലേ? എനിക്കറിയാം നോമ്പൊക്കെയാണ് എല്ലാവർക്കും, ക്ലാസ്സിലൊക്കെ ഇത് ഉച്ച കഴിഞ്ഞ സമയമാണ്, ഭയങ്കര ക്ഷീണമായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്താടാ. ഓക്കെ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോടാ. ഒരു മോറൽ സ്റ്റോറിയാണ് പറയുന്നത്. ലേസി ജോൺ, അതാണ് സ്റ്റോറിയുടെ പേര്. The story revolves around a boy named John. He is very lazy. He spent a sunny day laying under apple tree, wishing for an apple to fall into his lap without making any effort to get them. As time passes, he grows hungry and frustrated when the apples remain on the branches. John's little sister suggests that he shake the tree to make the apples fall. This simple idea sparked a change in John, so realized the importance of taking action. He gets up, shakes the tree, and successfully catches the apples as they fall. ഒരു മടിയനായ ജോണിനെ പറ്റിയുള്ള കഥയായിരുന്നു. എന്താണ്, ആള് ഒന്നിനും ജോലി എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറുള്ള മനസ്സായിരുന്നില്ല. അങ്ങനെ ഒരു സണ്ണി ഡേയിൽ അവൻ ഇങ്ങനെ ആപ്പിൾ ട്രീയുടെ അടിയിൽ കിടക്കായിരുന്നു. അപ്പൊ അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരു എഫേർട്ടും എടുക്കാണ്ട് ആ ആപ്പിൾസ് ഒക്കെ അവന്റെ മടിയിലേക്ക് എത്തിച്ചേർന്നതായിരുന്നു. അപ്പോഴാണ് അവന്റെ കുഞ്ഞനുജത്തി അവനോടൊരു കാര്യം പറഞ്ഞു കൊടുത്തത്, ആ ആപ്പിൾസ് ട്രീ വീഴാനായിട്ട് നീ ഒന്ന് അതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ ആ ഒരു ചെറിയൊരു ആശയം അവനത് തോന്നി, അവനത് ചെയ്തു. അപ്പൊ അവനത് മനസ്സിലായി, ഒരു ചെറിയൊരു പ്രവൃത്തി നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. Listeners will get you know here. Thank you, ma'am. Thank you, ma'am, for taking the topic normalization, and we understood it's very well. Thank you, friends. Okay. ഓക്കേടാ, താങ്ക് യു. അതൊന്ന് റീഡ് ചെയ്തിട്ട് എടുത്തു വെക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയിട്ട് എടുത്തു വെക്കണം. നമ്മൾ റീഡ് ചെയ്ത് ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ വേർഡ്സിന്റെ മീനിങ്സ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു തന്ന കണ്ടന്റ് വെച്ചിട്ട് അത് റീഡ് ചെയ്യണം കേട്ടല്ലോ. ഒരിക്കലും ഒരു സെന്റൻസ് ഒക്കെ ഉള്ളൂ, പക്ഷെ ചിലപ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാവും. നമ്മളപ്പോ ആ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്ന് റീഡ് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് അത് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഓൾ.